ഹായ് ഫ്രണ്ട്സ്, ഞാനിന്ന് നല്ല നാടൻ സ്റ്റൈലിലുള്ള ബീഫ് വരട്ടിയതിൻ്റെ റെസിപ്പി ആയിട്ടാണ് വന്നിട്ടുള്ളത്. അപ്പോൾ അതെങ്ങനെയാണ് റെഡിയാക്കുന്നതെന്ന് നോക്കാം. വരട്ടിയെടുക്കാനായിട്ട് 1 kg ബീഫാണ് എടുത്തിട്ടുള്ളത്. നന്നായി വാഷ് ചെയ്ത് ക്ലീൻ ചെയ്ത് വെച്ചിട്ടുള്ളതാണ്. ആദ്യം നമുക്ക് ഇതൊന്ന് കുക്ക് ചെയ്തെടുക്കാം. നമുക്ക് ആദ്യം ബീഫ് കുക്കറിലോട്ടൊന്ന് ഇട്ട് കൊടുക്കാം. ഇതിലേക്ക് അല്പം വേപ്പില കൂടെ ചേർത്ത് കൊടുക്കാം. ഇനി ഒരു 10 വെളുത്തുള്ളിയും ഒരു ചെറിയ പീസ് ഇഞ്ചിയും കൂടെ ചതച്ച് വെച്ചതും കൂടെ ചേർത്ത് കൊടുക്കാം. 1 ടേബിൾ സ്പൂണാണ് ചേർത്ത് കൊടുക്കുന്നത്. ഇതിലേക്ക് 2 ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇതിലേക്ക് 1 ടേബിൾ സ്പൂൺ കാശ്മീരി ചില്ലി പൗഡറും കൂടെ ചേർത്ത് കൊടുക്കാം. ഇതിലേക്ക് 3/4 ടേബിൾ സ്പൂണോളം മുളക് പൊടി കൂടെ ചേർത്ത് കൊടുക്കുകയാണ്. 1 ടീസ്പൂൺ പെപ്പർ പൗഡർ ചേർത്ത് കൊടുക്കാം. ഇതിലേക്ക് 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പും കൂടെ ഇപ്പോൾ ചേർത്ത് കൊടുക്കുകയാണ്. 1 ടേബിൾ സ്പൂൺ വിനെഗറും കൂടെ ചേർത്ത് കൊടുക്കാം. ഇതിലേക്ക് അല്പം തേങ്ങാക്കൊത്തും കൂടെ ഇപ്പോൾ ചേർത്ത് കൊടുക്കുകയാണ്. ഇതിലേക്ക് ഇനി 1/2 ഗ്ലാസ് വെള്ളം കൂടെ ഒഴിച്ചു കൊടുക്കാം. ഇനി ഇതെല്ലാം കൂടെ കൈവച്ചൊന്ന് നന്നായി മിക്സ് ചെയ്ത് കൊടുക്കാം. വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും കൂടെ തന്നെ സബ്സ്ക്രൈബ് ബട്ടൻ്റെ തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ ഒന്ന് പ്രസ് ചെയ്ത് ഓൾ എന്നുള്ള ഓപ്ഷൻ ഒന്ന് എനേബിൾ ചെയ്ത് കൊടുക്കാനും മറക്കരുത്. അപ്പോഴാണ് ഞാനിടുന്ന പുതിയ വീഡിയോസ് എല്ലാം നോട്ടിഫിക്കേഷൻസ് ആയിട്ട് എല്ലാവർക്കും ലഭിക്കുന്നത്. ഇതിലേക്ക് 1 ടീസ്പൂൺ വെളിച്ചെണ്ണ കൂടെ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഇപ്പോൾ എല്ലാം കൂടെ ഒന്നുകൂടെ ഒന്ന് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഒരു അരമണിക്കൂറൊന്ന് റെസ്റ്റ് ചെയ്യാൻ വെക്കാം. റെസ്റ്റ് ചെയ്യാൻ വെക്കാതെ ഇപ്പോൾ വേണമെങ്കിൽ നമുക്കിത് വേവിച്ചെടുക്കാം. റെസ്റ്റ് ചെയ്യാൻ വെക്കുമ്പോൾ ഇതിൽ മസാലപ്പൊടികളെല്ലാം ഒന്നും കൂടെ നന്നായി പിടിച്ചു വരും. അതിന് വേണ്ടിയിട്ടാണ് ഒരു അരമണിക്കൂർ റെസ്റ്റ് ചെയ്യാൻ വെക്കുന്നത്. അപ്പോൾ ബീഫ് റെസ്റ്റ് ചെയ്യാൻ വെച്ച് ഒരു അരമണിക്കൂറായിട്ടുണ്ട്. ഈ സമയത്ത് നമുക്കിത് മൂടി വെച്ച് ഒരു 3 വിസിൽ വരുന്നവരെ ഹൈ ഫ്ലെയിമിലും 3 വിസിൽ ലോ ഫ്ലെയിമിലും വെച്ചിട്ട് നന്നായി തന്നെ ഒന്ന് വേവിച്ചെടുക്കാം. ബീഫ് വരട്ടാനായിട്ട് ഇപ്പോൾ ഒരു പാൻ വെച്ച് അതിലോട്ട് 2 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഇതിലേക്ക് 1 കപ്പ് ചുവന്നുള്ളി ചെറുതാക്കി കട്ട് ചെയ്ത് വെച്ചതാണ് ചേർത്ത് കൊടുക്കുന്നത്. ചുവന്നുള്ളി ചേർത്ത് കൊടുക്കുമ്പോഴാണ് കറക്റ്റായിട്ട് ബീഫ് വരട്ടിയുള്ള ഒരു ടേസ്റ്റ് വരുന്നത്. ചുവന്നുള്ളി നന്നായിട്ട് ഫ്രൈ ചെയ്തെടുത്തിട്ടുണ്ടാക്കുമ്പോൾ കേട് വരാതെ കുറച്ച് ദിവസം ഇരിക്കുകയും ചെയ്യും. നന്നായി ഒന്ന് ബ്രൗൺ കളറാവുന്നവരെ വരട്ടിയെടുക്കാം. ഇത് നന്നായി തന്നെ ഒന്ന് വഴറ്റിയെടുക്കണം. ഇതിലേക്ക് ഈ സമയം അല്പം വേപ്പില കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇതിലേക്ക് ആവശ്യമായിട്ടുള്ള ഒരു നുള്ള ഉപ്പ് കൂടെ ചേർത്ത് കൊടുക്കാം. ബീഫിൽ ഓൾറെഡി നമ്മൾ ചേർത്ത് കൊടുത്തിട്ടുള്ളതാണ്. ചുവന്നുള്ളി എല്ലാം കളർ മാറി വരുന്നവരെ നമുക്കൊന്ന് വഴറ്റിയെടുക്കാം. ഇപ്പോൾ ചുവന്നുള്ളി എല്ലാം കളറൊന്ന് മാറി വരുന്നുണ്ട്. ഒന്നുകൂടെ ഒന്ന് വഴറ്റിയെടുക്കാം. ഇപ്പോൾ ചുവന്നുള്ളി എല്ലാം നന്നായി തന്നെ ഫ്രൈ ആയി വന്നിട്ടുണ്ട്. ഈ സമയം നമുക്കിതിലോട്ട് ബീഫും കൂടെ ചേർത്ത് കൊടുക്കണം. ബീഫ് ഇവിടെ നന്നായി തന്നെ വെന്ത് വന്നിട്ടുണ്ട്. ഇപ്പോൾ വേവിച്ച് വെച്ച ബീഫ് ഉള്ളിയിലോട്ട് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതെല്ലാം കൂടെ ഒന്ന് മിക്സ് ചെയ്തെടുക്കണം. ഇതിപ്പോൾ അല്പം ഗ്രേവിയോട് കൂടിയിട്ടാണ് ഉള്ളത്. ഇത് ഫുള്ളായിട്ട് നന്നായി ഒന്ന് ഡ്രൈ ആക്കി എടുക്കാം. ഇപ്പോൾ ബീഫിലുള്ള വെള്ളമെല്ലാം ഒന്ന് വറ്റി വന്നിട്ടുണ്ട്. നമുക്ക് ഇതിലോട്ട് ഇനി 1 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ കൂടെ ഒഴിച്ചു കൊടുക്കാം. നമുക്കിതെല്ലാം കൂടെ ഒന്ന് ഇളക്കി കൊടുക്കാം. വെളിച്ചെണ്ണ ഒഴിച്ച് എല്ലാം കൂടെ ഒന്ന് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. നോൺ സ്റ്റിക്ക് പാൻ ആകുമ്പോൾ നമുക്ക് അടിയിൽ പിടിക്കാതെ കറക്റ്റായി തന്നെ ഇത് ഡ്രൈ ആക്കി എടുക്കാൻ പറ്റും. ഇനി നമുക്കിതിലോട്ട് 1/2 ടീസ്പൂൺ പെപ്പർ പൗഡറും കൂടെ ചേർത്ത് കൊടുക്കാം. 1/4 ടീസ്പൂൺ ഗരം മസാലപ്പൊടി കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി ഇതെല്ലാം കൂടെ ഇളക്കി ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇതിലേക്ക് അല്പം വേപ്പില കൂടെ ഈ സമയം ചേർത്ത് കൊടുക്കാം. ഇതെല്ലാം കൂടെ ഒന്നുകൂടെ മിക്സ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഫ്ലെയിം ഒന്ന് കൂട്ടി വെച്ച ശേഷം ഇതുപോലെ ഇളക്കി നല്ല ഡ്രൈ ആക്കി എടുക്കണം. ഇത് കൂടുതൽ ഡ്രൈ ആവുന്നതിനനുസരിച്ച് ഇതിൻ്റെ ടേസ്റ്റും കൂടും. നമുക്കപ്പോൾ ഇതൊന്ന് നന്നായി ഒന്ന് ഡ്രൈ ആക്കി എടുക്കാം. അപ്പോൾ ഇളക്കി നന്നായി ഒന്ന് ഡ്രൈ ആക്കി എടുത്തിട്ടുണ്ട്. ഇപ്പോൾ ബീഫ് ഫ്രൈ ചെയ്ത പോലെ അത്രയും നല്ല ഡ്രൈ ആയിട്ട് വന്നിട്ടുണ്ട്. ഇതുപോലെ ഡ്രൈ ആക്കി എടുക്കുമ്പോഴാണ് നല്ല ടേസ്റ്റ് ആവുന്നത്. നമ്മുടെ അടി കട്ടിയുള്ള ചീനച്ചട്ടിയിൽ വേണമെങ്കിൽ ഇതുപോലെ ഉണ്ടാക്കിയെടുക്കാം. ഫ്രൈ പാൻ ആകുമ്പോൾ അടി പിടിക്കാതെ നമുക്ക് പെട്ടെന്ന് തന്നെ ഇങ്ങനെ
റെഡിയായി കിട്ടും. അതുകൊണ്ടാണ് ഫ്രൈ പാനിൽ റെഡിയാക്കി എടുത്തിട്ടുള്ളത്. ഇപ്പോൾ ബീഫ് ഫ്രൈ ഇവിടെ റെഡിയായി വന്നിട്ടുണ്ട്. ഇപ്പോൾ ബീഫ് വരട്ടിയത് ഇവിടെ റെഡിയായി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്ത് കൊടുക്കാം. ബീഫ് വരട്ടിയത് ഇപ്പോൾ ഒരു പ്ലേറ്റിലോട്ട് മാറ്റിയിട്ടുണ്ട്. ഈ രീതിയിൽ മുൻപ് ട്രൈ ചെയ്ത് നോക്കിയിട്ടില്ലെങ്കിൽ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും കൂടെ തന്നെ ഫീഡ്ബാക്ക്സ് ഉണ്ടെങ്കിൽ അറിയിക്കാനും മറക്കരുത്. താങ്ക്